ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ എയർ ഗെയിമർ ഗൈസ്. നമ്മളിത് പിന്നെ വന്നേക്കാണ്. നമ്മൾ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാമെന്ന് വിചാരിച്ച് എന്തെങ്കിലും അമ്മാവൻ വിളിക്കുന്നല്ലേ, എന്തിനാണോ എന്തോ പണിയൊപ്പിക്കാനാണ് ഇത് എടുത്തു നോക്കാം. ഹലോ അമ്മാവാ. ഓനെ നിനക്ക് ഞാൻ പണി നോക്കി വെച്ചിട്ടുണ്ട്. എന്തൊരു പണി? അതൊക്കെ ഉണ്ട്, നീ വാ. എന്തിനാണോ എന്തോ നമുക്ക് പോവാം. അല്ല അമ്മാവ, വല്ല പണി ഒപ്പിക്കാനാണ്? അല്ലടാ മോനെ, അല്ല, ഞാൻ അങ്ങനെ പണി ഒപ്പിക്കുന്നില്ല. സത്യമാണല്ല മോനെണ്ണ, എന്നെ വിശ്വാസമില്ലേ? ഞാൻ ശക്തിയല്ലേ പറയൂ, നീ വാഞ്ഞ. എന്തിനാന്ന് പറ. ഞാൻ ഒരു ആംബുലൻസിൻ്റെ പണിയാ. ഞാൻ ഇതാ വരുന്നു ഗൈസ്. ആംബുലൻസിൻ്റെ പണിയാന്നാണ് പറയുന്നത്. അപ്പം ആംബുലൻസ് ഡ്രൈവർ അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു ഉടുപ്പ് മാറ്റാം. നല്ല ഉടുപ്പിൽ പോകണ്ടേ, ആംബുലൻസ് ഡ്രൈവർ അല്ലേ. ഏതൊക്കെ ഉടുപ്പിടണം? ഉടുപ്പ് കുറേ നാൾ ഇട്ടിട്ട് ഇത് ഇടാം. പിന്നെ പാൻറ് ഇതുണ്ട്, ഇത് തന്നെ മതി. പോവാ. ഉടുപ്പൊക്കെ ഇട്ട് ആംബുലൻസ് ഡ്രൈവർ ആവാൻ പോണ്. ഇപ്പോഴത്തെ ട്രെൻഡ് വേണം. മണിക്കുട്ടി നീ എൻ്റെ മനസ്സൊന്നുള്ളിൽ അത് അതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റുമോ എന്തോ. എന്തായാലും നമുക്ക് പോയി നോക്കാം. അമ്മാവനാണ് പറഞ്ഞത്, പക്ഷേ അമ്മാവൻ എന്തിന് കുറച്ച് പണി എന്നിട്ടുള്ള എനിക്ക് ഫുൾ മാർക്ക് ഒന്നാം ക്ലാസ്സിൽ ഫുൾ മാർക്ക് മേടിച്ച് എന്ന് പറഞ്ഞ് അമ്മാവനെ കൊണ്ടുപോകണെങ്കിൽ പിറ്റേ ദിവസം നോക്കാൻ നേരത്ത് ആൻസർ പേപ്പർ കാണുന്നില്ല. അവസാനം നോക്കിയപ്പോഴാ ആൻസർ പേപ്പറിൽ 0 ഇട്ട് വെച്ചേക്കുന്നു. ഞാൻ കൊടുത്ത് അമ്മയെടുത്ത് കൊടുത്തു. ഇതാരും അമ്മ ഇങ്ങനെ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞപ്പം പറയാണ്, എൻ്റെ ടീച്ചർ പറഞ്ഞ് എനിക്ക് എന്തെങ്കിലും ഒരു A ഗ്രേഡ് പോലും കിട്ടിയില്ലെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അവസാനം നോക്കിയപ്പോഴല്ലേ മനസ്സിലായത്. കുറച്ച് കഴിഞ്ഞ ശബ്ദം കുറച്ചാണ് അമ്മാവൻ്റെ ആണെന്ന് മനസ്സിലായി. ഇപ്പോൾ കഴിച്ച് നമ്മൾ അമ്മാവൻ്റെ വീട്ടിലെത്തി. അമ്മാവൻ എന്താ ഇങ്ങനെ അല്ലായിരുന്നല്ലേ? മോനെ, ഞാൻ ലുക്കങ്ങ് മാറ്റി. നല്ല ലുക്ക്. എന്താ മോനെ, നിനക്ക് പിടിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഇത് എങ്ങനെ പൈസ കിട്ടിയത്? അത് മോനെ, നിൻ്റെ ഈ ആംബുലൻസ് എനിക്ക് നേരത്തെ ഹോസ്പിറ്റലിൽ ഒരു നേരത്തെ പൈസ തന്നു. അയ്യോ, ആ പൈസയും കൊണ്ടുപോയി മാറ്റി. ഇതെന്തൊരു മാരുതി 800ൻ്റെ എന്തൊരു ഗ്ലാസ് കണക്കുപോലെ മുമ്പ് അത് കണക്കുപോലെ ഉണ്ടല്ലോ. ഇതെന്തിരി മാരുതി 800? ഇല്ലണോ മോനെ, വർക്കിംഗ് വർക്കിംഗ് ആയിട്ട് എന്തൊരു കാര്യം? ഓടിയാൽ പോരെ, സ്പീക്കർ വർക്ക് ചെയ്താൽ മതി. ഞാൻ എന്നെ കൂടെ കൂട്ടണം. പിന്നെ ഞാനിപ്പോൾ കൂട്ടിയല്ലേ. എടാ കാര്യം നമുക്ക് നോക്കാം. എനിക്ക് മാപ്പിൽ സ്ഥലം നോക്കട്ടെ. എവിടെയെങ്കിലും സ്ഥലം വന്നു. അതാണ്ട് ഇവിടെ സ്ഥലം വന്നു. നമ്മുടെ കാർ മോഷ്ടിച്ച വില്ലേജിലും വെച്ച് ആംബുലൻസ് ഡ്രൈവറായിട്ട് ആളുകൾ ഇടിച്ചിടുന്നു. ഈ 1 സ്റ്റാർ വാണ്ടർലാവിൽ വന്ന്. അതുകൊണ്ട് പോലീസുകാർ ഓടിപ്പോണം. നമുക്ക് പെട്ടെന്ന് പോകാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ അറിയാമല്ലോ എന്തിനാണെന്ന് കൊല്ലും. പിന്നെ ഇവിടുത്തെ റിച്ചസ്റ്റ് മാനൊന്നും നടക്കാനും പറ്റത്തില്ല. വേറെ കാര്യം അമ്മച്ചി, വേറെ കാര്യം എന്തെന്ന് വെച്ചാൽ ഷിൻചാൻ ജോലി കൊണ്ട് അടഞ്ഞുകൊണ്ട് പോയി. ഞാൻ റിച്ചസ്റ്റ് മനുഷ്യനും ഇല്ല. മിക്കറിയാം ആംബുലൻസ് ഡ്രൈവറായിട്ട് മിക്കവാറും റിച്ചസ്റ്റ് മനുഷ്യനാവും. അപ്പോൾ കേസ് നമ്മുടെ വാണ്ടർ ലെവലെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വില്ലേജിൽ പോവാം. വില്ലേജ് തൊട്ടടുത്താണ് കേട്ടോ. ഇങ്ങോട്ട് വണ്ടി കയറിക്കോട്ട്. സാധാരണ ആളുകൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് ഫുട്പാത്ത് അല്ലെങ്കിൽ സീബ്ര ക്രോസിങ്ങിൽ കൂടെ പോണത്. പക്ഷെ നമ്മൾ വണ്ടി കയറ്റി കൊണ്ടുപോകണം സീബ്ര ക്രോസിങ്ങിലൂടെ. സൂപ്പർ. നമ്മളെ പോലത്തെ വേറൊരു മണ്ണ ഇവിടെ ഓറ സിറ്റിയിൽ കാണത്തില്ല. ഈ വണ്ടി വന്ന് ഇടിക്കുകയും ചെയ്യുന്നു. ചെറുത് ഇളകിപ്പോകും കേട്ടോ. അവസാനം ഇതിൻ്റെ ബമ്പർ അതാണ്ട് ഇവിടെയാണ്. ചേച്ചോ കയറി വന്നോളീ. നീ മറ്റേ ജാക്കല്ലേ? ആണല്ലോ. അപ്പം നീ അന്ന് ജോലിക്ക് വേണ്ടി 5 ലക്ഷം രൂപ കൊണ്ടുപോയതോ? അയ്യോ, കണ്ടുപിടിച്ച്. സോറി ചേച്ചി, സോറി. അന്ന് എനിക്ക് ജോലി ഇല്ലാതെ പറ്റൂലായിരുന്നു. ജോലിയായിരുന്നു എൻ്റെ ജീവൻ. ആനോടാ മോനെ, നീ 5 ലക്ഷമല്ലേ മേടിച്ചുകൊണ്ടുപോയത്? ഞാൻ 5 ലക്ഷമില്ലേ? അത് ഞാൻ മറന്നിട്ടില്ല. നീ എന്നാ മോനെ ഈ ശ്വാസം മുട്ടലിട്ട് നിന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പം വണ്ടി എടുക്കുകയല്ലേ?
ഓ എണ്ണ ഓ ഗൈസ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ ആശുപത്രി പോവാൻ മമ്മി ഇത് കഴിയുന്നില്ലേ വില്ലേജ് പറഞ്ഞതേ ഉള്ളൂ വില്ലേജ് കഴിഞ്ഞ് അപ്പം നമുക്ക് പോവാ നമ്മുടെ തൊട്ടടുത്താണ് കേട്ടോ നമ്മൾ എന്തിരി ആശുപത്രി അമ്മച്ചി സ്കിഡായി അമ്മച്ചി നീ എന്തിനാണ് ആംബുലൻസ് ഡ്രൈവർ തന്നെ അല്ല ഞാൻ ആംബുലൻസ് ഡ്രൈവർ അല്ല കാർ ഡ്രൈവർ എന്നോടാ നീ പറഞ്ഞ് ഒന്നുമില്ല അപ്പോൾ ഗൈസ് ഇന്നാണ് ആ ഹോസ്പിറ്റലിൽ ചേച്ചി ഇറങ്ങിക്കോ ഗൈസ് അപ്പോൾ നമ്മൾ താണ്ട ചേച്ചീനാക്കിയിട്ടുണ്ട് നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം എൻ്റെ മോനെ ജാക്കാണെന്ന് ആരും അറിഞ്ഞിട്ടില്ല ഏതോ ഒരു പൊട്ട ആംബുലൻസ് ഡ്രൈവറിനെ അറിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ചിരിക്കത്തില്ല ആൾക്കാർ ഈ ഇങ്ങോട്ടല്ലേ നാണ്ടയ്യത്ത് നമുക്കപ്പോൾ അയ്യോ ഞാൻ എൻ്റെ കാറിൽ തന്നെ ഇടിച്ച് നമുക്ക് തോണ്ട ആ സൈഡിൽ കൊണ്ടങ്ങിടാം നമ്മുടെ ഈ ആംബുലൻസ് ഈ ഇവിടെ തന്നെ അങ്ങ് പാർക്ക് ചെയ്തേക്കാം നമുക്കപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങാം നമുക്ക് വല്ലതും കഴിക്കണ്ടേ വല്ലതും കഴിക്കണം ഞാൻ രാവിലെ ഫുഡൊക്കെ കഴിച്ച് പക്ഷെ കഴിക്കണ്ട ഇപ്പോൾ ഉച്ച 2 മണിയായി കഴിക്കണ്ടേ കഴിക്കണ്ട അതാണ് നല്ലത് നമുക്ക് നമ്മുടെ ഷിൻചാനെ വിളിക്കാം ഷിൻചാനെ ഓടിവാടാ അണ്ണം വന്നിട്ടാ അഞ്ഞ മുട്ടായി നിന്നെ ഇപ്പം മുട്ടായി അടിച്ചുകൊണ്ട് വരാം അമ്മാവനല്ലേ ഞാൻ അമ്മാവന മോനെ ഇങ്ങനെ എൻ്റെ പണി പിന്നെ നല്ല പണി ഷിൻചാനെ നിനക്ക് ഞാൻ നാളെ ഒരു അടി തരാമെന്ന് പറഞ്ഞില്ലായിരുന്നു ഹോംവർക്ക് എഴുതത്തിന് ഗൈസ് നമ്മൾ ഷിൻചാനെ സ്കൂളിലൊക്കെ ചേർത്ത് ഞാനൊക്കെ അടി ഇരട്ടടാ എന്നാ പിടിച്ചു അമ്മച്ചി നീ എങ്ങനെയല്ലടാ അവനെ അടിക്കടാ അയ്യോ സോറി അമ്മാവാ നമ്മളറിയാതെ പിന്നെ അടിച്ചോട്ടെ അടിക്കല്ലേ ഇത്രേ ഉള്ളൂ ഇന്നത്തെ അടി ഇനി അടുത്ത കോട്ട് നാളെ എന്തിനാണോ മോനെ അവനെ അടിച്ചിട്ട് നമ്മളുടെ അനാഥരാണ് ഗുണ്ടകളല്ല ആദ്യം അവൻ്റെ അടുത്ത് നോക്കി അവൻ ഗുണ്ടയാണോ അനാഥരാണോന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടെ ജോലി കളഞ്ഞ ഇവനാണ് മഞ്ഞ അങ്ങനെ ഞാൻ പാടില്ല അത് താൻ പറഞ്ഞ മഞ്ഞാണോ ഓക്കെ കിട്ടിയല്ല അയ്യോ നമുക്കെന്താ കേസ് ഒരു വാണ്ടഡ് ലെവല് എനിക്ക് നോക്കട്ടെ വാണ്ടഡ് ലെവല് നീ അമ്മയുടെ മോൻ കൊന്നല്ലേടാ നമ്മുടെ മോനെ പൊണ്ണ ആംബുലൻസിലാക്കി ഞാനൊന്നും കൊണ്ടില്ല അല്ലേ നമ്മളെ കൊന്നവരെ ഗൈസ് അതുകൊണ്ട് ഒരു ജീവൻ നമുക്ക് പോകുന്ന വഴിക്ക് അങ്ങ് എടുക്കുക അല്ല വരുന്ന വഴിക്ക് അങ്ങ് എടുക്കുക ഗൈസ് നമുക്ക് ഞാൻ എൻ്റെ ഷിൻചാൻ്റെ സ്കൂൾ കാണിച്ചാൽ ഇവിടെ നല്ല അടുത്ത് തന്നെ ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കുക ഇങ്ങോട്ട് കയറ്റാൻ പാടാ കുറച്ച് ഓക്കെ കാരണം എല്ലാവർക്കും ഏറ്റവും ഈസി ആയിരിക്കും പക്ഷേ എനിക്ക് കയറ്റാൻ പാടില്ല കാരണം ഞാൻ പ്രോ ഡ്രൈവറല്ലേ അയ്യോ ഷിൻചാനെ നീ അവിടെ ഇരുന്നു നമ്മുടെ കൈസ് ഇതാണ് സ്കൂള് അപ്പോൾ നമുക്ക് പോവാം അല്ല അമ്മാവൻ എന്തിനാ ഇറങ്ങിയ അപ്പം ഈ ഫുള്ളും സ്കൂൾ കാണിക്കുന്നില്ലേ ഇല്ല ഞാൻ എപ്പോൾ കാണിക്കുന്നത് ഞാൻ കാണിക്കുന്നൊന്നുമില്ല ചമ്മയല്ലോ അപ്പം നമുക്ക് കേസ് പോകണം അവിടെ വീട്ടിലേക്ക് തിരിച്ച് ഇവിടെ തിരിയുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞതേ ഉള്ളൂ അവിടെ വന്ന് ഇടിക്കുകയും ചെയ്ത് എന്തൊരു നാണക്കേടാണോ എന്ന് ഞാൻ മാത്രം ഇങ്ങനെ ഇടിക്കുന്നതെന്നേ ഉള്ളൂ നമുക്ക് താണ്ട് ഈ വാഗനർ എടുക്കാം അയ്യോ ദൈവമേ അടുത്ത വാണ്ടർ ലെവൽ എനിക്ക് വയ്യ ഒരു വാണ്ടർ ലെവൽ ഞാൻ കൊന്നെന്ന് പറഞ്ഞു തന്നെയാണ് ഇപ്പം അടുത്ത വാണ്ടർ ലെവൽ അടുത്ത കൊല കേസ് അമ്മച്ചി ഞാൻ കാണിച്ചേ എന്തടാ കാണിച്ചേ അയ്യോ ചത്ത് 2 മുന്നിൽ നിന്ന് എങ്ങനെ പോയെന്തോ എനിക്കറിഞ്ഞില്ല നമുക്ക് പോവാങ്കി ഇവിടെ വന്നു എവിടെ ഇടിക്കാതിരുന്നാൽ മതിയായിരുന്നു എവിടെയും കാണി ഇടിച്ച് വാണ്ടർ ലെവൽ വരുത്തി വയ്ക്കും ഞാൻ ജാക്ക് കാര്യമില്ലല്ലോ ഒന്നുമില്ലല്ലോ
അപ്പോൾ കേസ് നമ്മുടെ വാട്ടർ ലെവൽ പോയി എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു ലോറി വന്നിടിച്ചു. അതിന് ഇപ്പോഴും വാട്ടർ ലെവൽ വന്നില്ല. ശ്ശേ, ഞാൻ വിചാരിച്ചു ഇപ്പോഴും വാട്ടർ ലെവൽ വന്നു. അങ്ങനെ വാട്ടർ ലെവൽ വരണോ? അല്ല വേണ്ട, എന്തിന് വാട്ടർ ലെവൽ വന്നില്ലെന്ന് ഒന്നുമില്ല ഉണ്ടായി. അവിടെ വന്ന് ജീവകനിൽ കയറി. അമ്മാവ വന്ന് കയറി അമ്മ. അപ്പോൾ ഗീസ് നമ്മൾ നമ്മുടെ ജീവകൻ എടുത്ത്, നമ്മുടെ ഇല്ല ആരുടെ ജീവകൻ കണ്ടപ്പോൾ എടുത്തിട്ട് നമ്മൾ പോവുകയാണ്. നമ്മുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ ഗൈസ്. അമ്മച്ചി ഇടിക്കൽ ജീവകനാണ് അത്. ഇത്രയും സീനായിട്ടുള്ള ജീവകൻ, ഇത്ര ചെറിയ നല്ലൊരു ജീവകൻ. പക്ഷെ എൻ്റെ കയ്യിൽ തന്നെ വച്ച് ഇത് പൊട്ടിത്തെറിക്കാതിരുന്നാൽ മതി. 2 ദിവസം കൂടെ എൻ്റെ പൊട്ടിത്തെറിക്കാൻ കണ്ടോ. അങ്ങനെയൊക്കെയാണ്. എൻ്റെ കൈ കൊണ്ട് തൊട്ടാൽ അത് അത്ര നേരം ഇരിക്കത്തില്ല. അത് കണക്കോലെയാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഓരോരോ കാറുകൾ. പക്ഷെ ലെംബോർഗിനിക്ക് ഇങ്ങനെ ഇതുവരെ സംഭവിച്ചിട്ടില്ല. അപ്പം നമുക്ക് പോവാം. അമ്മച്ചി നമുക്ക് പോയി പെട്ടെന്ന് നമ്മുടെ ആ കാർ എടുക്കാം. നമ്മുടെ മറ്റേ ആ റെഡ് കാറ് നമുക്ക് എടുത്തുകൊണ്ടായിരുന്നു, നമ്മുടെ പോർഷ. അവന്മാർ ബാക്കിൽ തന്നെ ഉണ്ടോ എന്തോ അറിഞ്ഞുകൂടാ. അവന്മാരില്ല, സോറി, ഷിൻചാനും അമ്മാവ് വിളിക്കുമ്പോൾ. ഷിൻചാനെ നമുക്ക് വന്ന് വിളിക്കാം, പക്ഷെ അമ്മാവനെ അങ്ങനെ വിളിക്കാൻ പറ്റത്തില്ല. നമുക്ക് പെട്ടെന്ന് പോയി നമ്മുടെ ഈ കാർ എടുത്തുകൊണ്ട് വരാം. തൊട്ടടുത്തെത്തിയിട്ടാണ് ഞാൻ പെട്ടെന്നൊന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് വണ്ടി എടുത്ത് നമ്മുടെ തിരിച്ച് ആ വീട്ടിൽ തന്നെ കൊണ്ടുവയ്ക്കാം. എൻ്റെ പൊന്നോ, ഞാൻ ഇവിടെയൊക്കെ ഇടിക്കുന്നത് അവരുടെ ബാക്കിലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ കാറ് വളയ്ക്കാൻ നേരത്ത് കണ്ട്. നമുക്കിത് അകത്ത് എടുത്തിടാം. അല്ലെങ്കിൽ വല്ല കള്ളന്മാരടിച്ചുകൊണ്ട് പോയാൽ എന്നെ കണക്കോലത്തെ കള്ളന്മാർ തന്നെ അല്ല അടിച്ചുകൊണ്ട് പോയാലോ. നമുക്കിവിടെ കാറങ്ങ് പാർക്ക് ചെയ്തിട്ട് നമ്മുടെ പാടെ നോക്കി നമുക്കങ്ങ് പോവാം. അല്ലേ ചെന്നാലും ആ കൊച്ചിനെ കൊന്നെന്ന് പറഞ്ഞത് ആരായിരിക്കും? നമുക്ക് നമ്മുടെ സെക്കൻഡ് പാർട്ട് വീഡിയോയിൽ കാണാം ഗൈസ്.